അപ്പോൾ തങ്ങന്മാർക്ക് സയ്യിദ് ഉപയോഗിക്കുന്നു, നേതാവ് എന്ന അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിച്ചു പോരുന്നു. തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. നബി കുടുംബം എന്ന നിലക്ക് നബി കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞാൽ തെറ്റൊന്നുമല്ല. പക്ഷെ നബിയുടെ കാര്യത്തിൽ അങ്ങനെ സയ്യിദ് എന്നുള്ള വാക്ക് അന്ന് സ്വഹാബിയായിരുന്നു ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ നബി കുടുംബത്തിൽ മാത്രമായിട്ട് സയ്യിദ് എന്ന് ഉപയോഗിക്കില്ല. എന്നാൽ പിന്നെ നബി പേരക്കുട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഇവരെന്താണ് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന എന്ന പ്രയോഗമുണ്ട്. ഹസൻ ഹുസൈനെ പറ്റി പറഞ്ഞപ്പോൾ നബി പറഞ്ഞു സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളായ യുവാക്കളുടെ രണ്ട് നേതാക്കളാകുന്നു ഹസനും ഹുസൈനും. അവിടെ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ശബാബിൻ്റെ സയ്യിദുമാരാണ് എന്ന് ഹസൻ ഹുസൈനെ പറ്റി നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ വാക്ക് ഉപയോഗിച്ചത്. മക്കയിൽ പിന്നീട് വന്ന കാലഘട്ടത്തിൽ, ആദ്യകാലം കഴിഞ്ഞിട്ട് പിന്നീട് വന്ന സൂഫികളൊക്കെ വന്ന തുർക്കികൾ ഭരിച്ച ആ കാലത്തൊക്കെ അവിടെ നബി കുടുംബത്തെ പറ്റി ഷരീഫ് എന്ന വാക്കത് ഉപയോഗിച്ച് കാണുന്നുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ഷരീഫ് എന്ന വാക്കാണ് അന്ന് അവിടെ ഉപയോഗിച്ച് കാണുന്നത്. പിന്നീട് എവിടെയോ ആണ് അത് സയ്യിദ് എന്ന വാക്കിലേക്ക് മാറിയത്. മലയാളത്തിലെ നാട്ടിൽ തങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അറബിയിൽ അവിടെ ഷരീഫ് അലി സയ്യിദ് എന്ന വാക്കൊക്കെ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്. തങ്ങൾ നിന്ന് മലയാള വാക്കല്ല എന്ന് പറയുന്നത്, മലയാള ഭാഷയിലാണ് തങ്ങൾ എന്ന വാക്ക് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. നബിയും നബി കുടുംബം എന്നൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ. പണക്കാട് തങ്ങൾ ആമുഖം എഴുതിയ ഒരു പുസ്തകം അലി അസ്ഗർ ബാക്കവി എഴുതിയതാണ് നബിയും നബി കുടുംബവും. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തങ്ങൾ എന്ന വാക്കിനെ പറ്റി വിശദമായ ചർച്ച ഉണ്ട്. ഈ വാക്ക് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു. അപ്പോൾ അതിലൊക്കെ അവർ പറയുന്നത് മലയാള ഭാഷയിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾക്ക് തൊങ്കുൽ എന്ന് ഉപയോഗിക്കലുണ്ട്. അതിൽ നിന്നാണ് അത് രൂപമാറ്റം സംഭവിച്ചിട്ട് മലയാളത്തിലേക്ക് തങ്ങൾ എന്നായത് എന്നാണ് അതിലൊക്കെ വായിച്ചു കാണുന്നത്. അല്ലാഹു അഅലം.